ഹായ് എവരിവൺ. അപ്പം നമ്മുടെ യു കെ അല്ല, സോറി, നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ദുബായിലെ 5ാമത്തെ ദിവസമാണ്. നമ്മൾ ഏകദേശം 10 ദിവസമാണ് ദുബായിൽ മൊത്തത്തിലുള്ളത്. 5ാമത്തെ ദിവസം ഫ്രൈഡേ ആയതുകൊണ്ട് നമ്മൾ ദുബായ് കലണ്ടറിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവർക്കൊക്കെ ഇന്ന് ഓഫാണ്, എനിക്കും ഓഫാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ദുബായിൽ നമ്മൾ ഇന്നൊരു വർക്കും ചെയ്തിട്ടില്ല. ലിറ്ററലി നമ്മൾ ഓഫീസ് വർക്കുകളൊക്കെ വേണ്ടാന്ന് വെച്ചതിന് ശേഷം നമ്മളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യ മെസ്സേജുകൾ മാത്രം ഡീൽ ചെയ്തു. അതിനുശേഷം നമ്മളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, നമ്മളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡെസേർട്ട് സഫാരിക്ക് പോവാണ്. രാവിലെ ആണെങ്കിൽ പൂളിലൊക്കെ പോയി ഒന്ന് ചില്ലായി. നമുക്കൊരു നിസാൻ പെട്രോളിലാണ് നമ്മൾ പോണത്. വണ്ടി ഇതാണ്, നമ്മളെല്ലാം സെറ്റാണ്. നമ്മളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരോ ഷോട്ടുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സ്റ്റഡി അബ്രോഡ് പരമായ കണ്ടന്റുകളാണ് ചെയ്യുന്നത്. ഒപ്പം നമ്മൾ ഇതുപോലെ യാത്രകൾ ഓരോ വർഷവും ഇനി വർഷത്തിൽ ഇത്ര യാത്രകൾ നമ്മൾ മാർക്കറ്റിംഗിന്റെ ആവശ്യങ്ങൾക്കായിട്ടും ബിസിനസിന്റെ ആവശ്യങ്ങളായിട്ടും പോകുമ്പോൾ അതും ആഡ് ഓൺ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഡെയിലി വ്ളോഗ് ദുബായിൽ നടന്ന 10 ദിവസത്തെയും വ്ളോഗുകൾ നമ്മൾ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഡെസേർട്ടിന്റെ വ്യൂകളും കാര്യങ്ങളൊക്കെ, ഡെസേർട്ട് സമരമൊക്കെ നിങ്ങൾ ദുബായിൽ ബുക്ക് ചെയ്യുമ്പോൾ അതിനൊക്കെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നോക്കാം, നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ അടിപൊളി സംഭവങ്ങളാണ്. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുക. യു കെയിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് തന്നെ ടൂറിസ്റ്റ് പാക്കേജ് ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ മെസ്സേജ് അയച്ചാൽ മതി. എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, പക്ഷെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇറ്റ്സ് ലൈക്ക് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സീനാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ. നല്ല കുലുക്കി ഇറക്കി. എൽസക്ക് സുഖം, അവളെ ഫ്രണ്ടിൽ കയറി ഇരുന്നിട്ട് അവളൊക്കെയാണ്. ബാക്കി നമ്മളോട് വേറെ കുറച്ച് ആൾക്കാരും കൂടെ ജോയിൻ ചെയ്തിട്ട് പാക്കേജ് അല്ല, നമ്മൾ ഇത് മാത്രം ഔട്ട്സോഴ്സ് ചെയ്തെടുത്താണ് ഒരു കമ്പനി. അപ്പൊ അവരുടെ ഒരു ഗ്രൂപ്പ് പോലത്താണ്. ഇതിൻ്റെ അകത്ത് 7 പേരാണ് വരുന്നത്. പിന്നെ നമ്മളും ഒരു കുട്ടി, ഒരു ഫാമിലി. അടിപൊളിയാണ് സംഭവം. നമുക്ക് നോക്കാൻ പറ്റത്ത്. വണ്ടി ലാൻഡ് ക്രൂയിസർ ഒക്കെ നമുക്ക് നിസാൻ പെട്രോൾ ആണ് നമ്മുടെ വണ്ടി. മറ്റേതൊക്കെ ലാൻഡ് ക്രൂയിസർ ഒക്കെ അതായത് കത്തി കയറിപ്പോ നോക്കാണ് സംഭവം. നമുക്ക് നോക്കാം, സെറ്റാക്കാം. നമ്മുടെ ഡ്യൂൺസിലേക്ക് കയറാൻ തുടങ്ങി. അപ്പം ഞാനും ഹബീബി എൽസയും കൂടെ വന്നിരിക്കുകയാണ് ഡെസേർട്ട് റൈഡിനായിട്ട്. സംഭവമൊക്കെ അടിപൊളിയാണ്. ക്യാമറ ഇതാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ സംഭവമൊക്കെ അടിപൊളിയാണ്. നമ്മൾ ഇതിവിടെ എൻ്റെ വന്നിട്ടുണ്ട്. സംഭവമൊക്കെ സെറ്റാണ്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറുവാണ് ഇപ്പോൾ. സംഭവം അതെ. എന്നാ പിന്നെ ഫ്രണ്ടിൽ ഹബീബി എൽസ കയറി പോകുന്നു. തൊപ്പിയുടെ സ്റ്റിക്കർ പഠിച്ചു പറഞ്ഞായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് എൽസ ഹബീബിയാണ് ഇവിടെ. അത് ഇതാണ് ഇവിടെ വന്ന ക്യാമ്പ് സെറ്റപ്പ് ഒക്കെ. അത് ക്രിസ്മസ് വന്നു പറഞ്ഞു. All activities will be here, like camel riding, belly dance, mirror show, flying show, ATV, sandboarding, everything. One of the guide will become to you. Okay. They will explain you. They give a time for everything. Okay, thank you. We will meet again 5:10. 5:10. 1 hour will be spent here. Yeah, washroom is there. Okay, thank you. Washroom needed. Okay, thank you, brother. അപ്പൊ നമ്മൾ വാഷ്റൂമൊക്കെ സെറ്റ് ആയിട്ട് ബാക്കിയുള്ള സംഭവങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഹായ് ഗൈസ്, നമ്മളിപ്പോ ഡെസേർട്ടിലാണ് ഉള്ളത്. ഭയങ്കര കാറ്റാണ് ഇവിടെ. ഇങ്ങനെ പറന്നു എന്റെ ക്യാപ്പെല്ലാം. ഇപ്പൊ ഇങ്ങനെ ഇതിലെ നടപ്പുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ഡ്യൂൺസില് ബൈക്കാണ് റൈഡ് ചെയ്യുന്നത്. സെറ്റഡ് ആണോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാമൽ റൈഡ് ഉണ്ട്. നമ്മൾ എക്സൈറ്റഡ് ആണ് ആക്ച്വലി. എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ആ വാക്കിംഗ് ഷൂ ആണ് ഇട്ടേക്കുന്നത്. അപ്പൊ അതിന്റെ മണ്ടയില് ഇങ്ങനെ ഒരു മെഷ് ഉണ്ട്. മെഷിനകത്ത് ഫുള്ള് മണലേറി ഓൾറെഡി. ഞാൻ ഹൈ ടോപ്പ് ഉള്ള ഷൂട്ട് മണ്ണ് കയറും. ഇവരൊക്കെ സേഫ് ആണ്. ഇവരൊക്കെ എല്ലാരും സേഫ് ആണ്. എൻ്റെ മാത്രം ഓൾറെഡി ഇപ്പൊ തന്നെ മണല് കയറി. സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. നടക്കാനൊക്കെ എളുപ്പമുണ്ട്. സോ ബൈക്സ് ഒക്കെ ഇട്ടേക്കുന്നുണ്ടോ? ഓ ഗൈസ്, നമ്മൾ റൈഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ബൈക്ക് ഓടിക്കാൻ അറിയത്തില്ലാത്ത ആൾക്കാരോട് വണ്ടി ഓടിക്കരുതെന്ന് അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും ഞങ്ങളുടെ പഴയ ഡ്യൂക്കിന്റെ ഓർമ്മയിൽ ഓറഞ്ച് കളറുള്ള ബൈക്ക് എടുത്തിരിക്കുകയാണ്. സോ ജോമറ്റ് വൈറ്റ് കളറുള്ളതാണ് എടുത്തേക്കുന്നത്.
എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ഇവിടെ നല്ല സീനാണ് കേട്ടോ, നൈസാണ്, എക്സ്പീരിയൻസ് ചെയ്യണം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളായിട്ടൊരു വണ്ടി ഫുള്ളായി ഹവർ ചെയ്തിട്ട് വന്നിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേ? പാക്കേജ് എടുക്കുക, അൺലിമിറ്റഡ് ആയിട്ട് സംഭവം, 1 day ഫുൾ പ്ലാൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് മൊത്തം റെസ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യത്തിൽ 5ാമത്തെ ദിവസമാണ് നമ്മൾ ദുബായിൽ. നമ്മൾ നല്ല ടയേർഡ് എന്ന് പറഞ്ഞാൽ നല്ല ടയേർഡ്, ഹെക്ടിക് ഷെഡ്യൂളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുറത്ത് പെട്രോൾ അടിക്കാൻ വേണ്ടി, പെട്രോളിൽ ഡീസൽ അടിക്കാൻ വേണ്ടി നമ്മൾ പോയ കാറിൽ ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. ഇപ്പോഴത്തെ ഡീസലിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 2 ദിറംസ് 67 ഫിൽസ്. ഇനി പ്ലസ് ആണെന്നുണ്ടെങ്കിലും എന്താ പറയുക, ഡീസലൊക്കെ ഒരു നാട്ടിലെ ഒരു എന്താ പറയുക 60 രൂപ 55 രൂപ റേഞ്ച് നാട്ടിലെ പൈസ ഇവിടെ പെട്രോളിനും ഡീസലിനൊക്കെ വിലയുള്ളൂ കേട്ടോ. സോറി കേട്ടോ, ആൾ ഫോണിൽ മിണ്ടുന്നതാണ്. അപ്പം ആ രീതിയിലാണ്
ഇവിടുത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ പോയ ഡെസേർട്ട് ഡ്രൈവ് അടിപൊളിയാണ്. നിങ്ങളാണെങ്കിൽ ദുബായിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഡെസേർട്ട് ഡ്രൈവ് ബുക്ക് ചെയ്യണം. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു ഹെവി ബഡ്ജറ്റിന് സാധനം എടുത്തില്ല, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തില്ല. അതുകൊണ്ട് ഫസ്റ്റ് പോയി ഇനിയിപ്പോൾ പോകുമ്പോൾ എങ്ങനെയൊക്കെ വേണം എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾ പഠിച്ച്, അപ്പോൾ ഇതിൻ്റെ ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ജോമറ്റോ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യും. ഓരോ സംഭവങ്ങളായിട്ട് നമ്മളിന്ന് ചെയ്ത ആക്ടിവിറ്റീസിൻ്റെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് നിങ്ങൾ കണ്ട് കാണുമല്ലോ. അപ്പോൾ അത് കണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എത്ര അടിപൊളിയായിരുന്നു എന്നുള്ള കാര്യം. പല പല ഐറ്റങ്ങളും അതൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് സെറ്റപ്പായിട്ട് ജോമറ്റോ നമുക്കാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എൽസയെ നല്ല ടയേർഡാണ്. അടുത്തോണ്ട് പുള്ളിക്കാർക്ക് വിരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പുള്ളിക്കാർക്ക് സൈഡിൽ മാറിയിരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇതാണ് നല്ല ടയേർഡാണ്. കാരണം നമ്മൾ വെയിലും കാര്യങ്ങളും ഓൾറെഡി ഞങ്ങളൊക്കെ നാട്ടിലെല്ലാവർക്കും നമുക്ക് അറിയാം, ഗൈഡിൻ്റെ സ്റ്റഡി അവിടെ അതിനകത്ത് പോകുന്ന പിള്ളേരുടെ കാര്യങ്ങൾ ജാനുവരിയിലേക്ക് ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി നാട്ടിലെ ഒരു 4-5 hours നമ്മൾ ഒരു ദിവസം മൊത്തം ചെയ്യുന്ന കാര്യങ്ങൾ 3-4 hours നമ്മളെല്ലാം രാവിലെ ഇരുന്നിട്ട് ചെയ്തിട്ടാണ് പിന്നെ ഈ കാര്യങ്ങൾക്കെല്ലാം ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഇതും കൂടെ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒരു ദിവസം നമ്മളൊരു 16 മണിക്കൂറത്തേക്ക് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡായിപ്പോയി. അപ്പോൾ നിങ്ങളൊക്കെ ഇനി ദുബായ് ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഹോളിഡേ സ്റ്റെപ്പായിട്ട് പോരുക. ഒരു 4 ദിവസത്തേക്ക് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില്ലായിട്ട് കറങ്ങി തീർക്കാം. ആ രീതിയിൽ അടിപൊളിയായിട്ട് കറങ്ങി തീർക്കാം. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഇന്നിനിയിപ്പോൾ നമ്മൾ ഫുഡ് ഓൾറെഡി അവിടെ ബാർബിക്യൂയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡെസേർട്ട് റൈഡ് ഉണ്ടായിരുന്നു, ഡ്യൂൺ സ്മാഷിങ് ഇതുണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ കോഡ് ബൈക്കുമായിട്ട് ഡെസേർട്ടിൽ കൂടെ കുറച്ച് നേരം ഓടിച്ച് തിരിച്ചു വരാൻ പറ്റിയൊരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ 3-4 കൂട്ടം പരിപാടികൾ. ഇതെല്ലാം ജോമറ്റോ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്താണെങ്കിൽ ഞാൻ അതിൻ്റെ ഇൻട്രോ ഇതായിട്ടുള്ള പറഞ്ഞ വീഡിയോ ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ പിന്നെ വേറെ പ്രത്യേകിച്ച് ഡെസേർട്ട് വേറെ വൈബാണ്. എന്താ പറയുക, ആ സംഭവത്തിന് നമുക്ക് പോകണം. ബെല്ലി ഡാൻസ് ഉണ്ടായിരുന്നു, പറഞ്ഞാൽ ബെല്ലി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു സംഭവങ്ങളൊക്കെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിരുന്നു. ഇതോടെ നമ്മൾ ഈ നിസാൻ പെട്രോളിലാണ് പോയത്. വണ്ടി കണ്ട ഫുൾ കേജ് ഒക്കെ അടിച്ച് സെറ്റാക്കിയ രീതിയിലുള്ള വണ്ടിയാണ്. ഫുൾ സേഫ്റ്റി കാര്യങ്ങളൊക്കെ യുഎയിലൊക്കെ ഉള്ളവർക്ക് അറിയാം. മിക്കവാറും ഡെസേർട്ടിൽ ഓടിക്കുന്ന വണ്ടികളൊക്കെ എല്ലാവരും ഇതുപോലെ കേജ് അടിക്കുന്ന വണ്ടിയുടെ ബോഡി ഒന്നും കൂടെ സ്ട്രോങ് ആക്കണം. ഇൻ കേസ് എന്തെങ്കിലും ആക്സിഡൻറ്റോ മറിയലോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പം ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ശ്രമിക്കുക. പിന്നെ UK ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് ദിവസം 5 ദിവസത്തേക്ക് ഇവിടെ വന്ന് കറങ്ങി അടിച്ചൊരു ചില്ലായിട്ട് പോകാം. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാം. പിന്നെ അഡ്മിഷൻസിന് വേണ്ടി നമുക്ക് കോൺടാക്ട് ചെയ്യാൻ നേഴ്സിംഗ് ആണെന്നുണ്ടെങ്കിലും UK MSc നേഴ്സിംഗ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ കൂട്ടാൻ ആരെങ്കിലും ആവശ്യമുള്ളത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഫോളോ ചെയ്യുക. നമ്മൾ മുന്നോട്ട് ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ ബിസിനസ് ട്രിപ്പുകളോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രിപ്പുകൾ പോകുമ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതുപോലെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലങ്ങളെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നിങ്ങൾക്ക് അവിടെ പോയി എന്തൊക്കെ ചെയ്യാമെന്നൊക്കെ ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ പിന്നെ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ നമ്മുടെ വീഡിയോസിനുണ്ടെങ്കിൽ, നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ബ്ലോഗിങ് സ്ഥിരമായി ചെയ്തു വരുന്ന എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നമ്മളോട് പറയാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നാളെ കാണാം. നാളെ നമുക്കൊരു ബിസി ഡേ ആണ്. നാളെ കുറച്ച് യൂണിവേഴ്സിറ്റി വിസിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ കഴിഞ്ഞ് നമുക്ക് ചൊവ്വാഴ്ചയോടുകൂടി നമുക്ക് വീണ്ടും ദുബായിൽ തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് കുറച്ചും കൂടെ തിരക്കേറിയ ദിവസങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് നമ്മൾ എല്ലാത്തിലേക്കും എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു എവരിവൺ.